ഹായ് എല്ലാവർക്കും നിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ നൂത്തുള്ളി ഉണ്ടാക്കാൻ പോകുന്നത്, അഥവാ ബ്ലോവർ ഗണ്ണ്. ഒന്നല്ല രണ്ട് ബ്ലോവർ ഗണ്ണ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് കാണിച്ചാൽ നിങ്ങൾ ഇതാണ് നമ്മുടെ ബ്ലോവർ ഗണ്ണ്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക, മാക്സിമം ആളുകൾ ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ മേക്കിങ്ങിലേക്ക് പോകാം. അപ്പോഴാദ്യമേ തന്നെ ഈ വീഡിയോ ചെയ്യുന്നതിനായിട്ട്, അതായത് നമ്മുടെ ബ്ലോവർ ഗൺ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് കിട്ടാവുന്നതിന് ചെറിയ വലിപ്പമുള്ള ഒരു കപ്പളത്തിൻ്റെ തണ്ട് നോക്കി എടുക്കുക. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു തണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു തണ്ടിൻ്റെ അടിയിൽ നിന്ന് ഏകദേശം ഒരു 25 സെൻറ്റിമീറ്റർ ടോപ്പിലേക്ക് മാറി വരുന്ന പോർഷൻ നമുക്കൊരു കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വെട്ടിയെടുത്ത് ഈ ഒരു പീസാണ് നമ്മുടെ ഒരു ബ്ലോവർ ഗണ്ണിൻ്റെ ബോഡി ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആ ബ്ലോവർ ഗണ്ണിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് മിച്ചം വരുന്ന പോർഷനെല്ലാം കട്ട് ചെയ്ത് നമുക്ക് സ്മൂത്ത് ആക്കി എടുക്കാം. കാരണം നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ചാണ് നമ്മൾ ഊതാൻ പോകുന്നതും, അതേപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റ് അഥവാ ഒരു അമ്പ് നമ്മൾ ലോഡ് ചെയ്ത് വയ്ക്കാൻ പോകുന്നതും. അപ്പോൾ നമുക്ക് ഈ പോർഷൻ നമുക്ക് നല്ല രീതിക്ക് സ്മൂത്ത് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു പോർഷൻ നല്ല രീതിക്ക് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ബ്ലോവർ ഗണ്ണ് നല്ലൊരു നാടൻ ലുക്ക് കൊണ്ടുവരാൻ നോക്കാം. അതിനായിട്ട് നമ്മളൊരു ബ്ലോവർ ഗണ്ണിൻ്റെ നടുക്ക് ഇതേപോലെ കുറച്ച് ചെറുകാരി ചുറ്റി വയ്ക്കാൻ പോകാനാണ് ചെയ്യുന്നത്. നമ്മൾ ആ കയറിൻ്റെ ഇരുവശങ്ങളും എളുപ്പത്തിൽ ഒട്ടിക്കുന്നതിനായിട്ട് നമ്മൾ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതോടെ നമ്മുടെ ഒരു ബ്ലോവർ ഗണ്ണിൻ്റെ മേക്കിംഗ് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ബ്ലോവർ ഗണ്ണിൻ്റെ അമ്പ് അതൊരു ഗണ്ണ് ഉണ്ടാക്കുന്ന മേക്കിങ്ങിലേക്ക് നമുക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് സൂചി, പേനയുടെ റീഫില്ലർ, പക്ഷിയുടെ കുറച്ച് തൂവലും പിന്നെ കുറച്ച് കോതപ്പുല്ലും വേണം. ഇനി നമുക്ക് ആ പേനയുടെ റീഫില്ലർ ഏകദേശം 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോതപ്പുല്ലെല്ലാം നീളം കുറച്ച് ഏകദേശം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഗണ്ണ് ഉണ്ടാക്കുന്ന മേക്കിങ്ങിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു റീഫില്ലറിലേക്ക് നീഡിൽ നമുക്ക് കയറ്റി വയ്ക്കാം. അപ്പം കയറ്റി വയ്ക്കാൻ കുറച്ച് പാട് കാണും, എങ്കിലും കുഴപ്പമില്ല, സമയമെടുത്ത് കയറ്റി വയ്ക്കുക. അതിനുശേഷം ആ റീഫില്ലറിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഇതേപോലെ നമുക്കൊരു കോതപ്പുല്ലും കയറ്റി വയ്ക്കാം. ഇത്ര എളുപ്പമാണ് കേട്ടോ നമ്മുടെ അമ്പിൻ്റെ മേക്കിങ്. ഇനി നമുക്ക് ആ കോതപ്പുല്ലിന് വാരം നമുക്ക് പക്ഷിയുടെ പപ്പ് വെച്ചുള്ളൊരു അമ്പും കൂടെ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ മുണ്ട് വന്നു കാണും. അങ്ങനെ നമ്മൾ ഓരോന്ന് 3 വെച്ച് അവസാനം മൊത്തത്തിൽ 6 അമ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കപ്പളത്തിൻ്റെ എല്ലായുടെ തണ്ട് വെച്ചുണ്ടാക്കിയ ആ ഒരു ബ്ലോവർ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ കാണുന്ന ഒരു വിഷ്വലിൻ്റെ വീഡിയോ ശരിക്കും ക്ലിയർ ആണോ നിർബന്ധമില്ല. ഏതായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകുന്നതായിരിക്കും നമ്മുടെ ബ്ലോവർ വഴി വിട്ട് അമ്പ് കണ്ടോ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ തെങ്ങ വരെ തറച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് സക്സസ് ആണ് നമ്മുടെ വീഡിയോ. അപ്പം ഈ വീഡിയോ വീട്ടിൽ ട്രൈ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആരുടെ മേത്ത് കൊള്ളിക്കാതെ നോക്കുക. കാരണം തെങ്ങ വരെ തറച്ചിരിക്കാൻ പറ്റുന്നൊരു അമ്പ് മേത്ത് കൊണ്ടാൽ നല്ല വേനെടുക്കും. ഇനി നമുക്ക് രണ്ടാമത് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അമ്പ് കയറിയില്ല, കാരണം വേറൊന്നുമല്ല, നമ്മൾ ആദ്യമേ വീട്ട് അമ്പിൻ്റെ മേത്താണ് നമ്മുടെ രണ്ടാമത്തെ അമ്പ് കൊണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ അമ്പ് തെങ്ങ തറച്ചേറാതെ പോയത്. സാരമില്ല, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ അമ്പും സ്ട്രോങ് ആയിട്ട് നമ്മുടെ തെങ്ങിലേക്ക് തറച്ചേറിയിരിപ്പുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഇല്ലിക്കമ്പ് ഉപയോഗിച്ച് നമുക്ക് രണ്ടാമത്തെ ബ്ലോവർ ഗൺ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആ ഇല്ലിക്കമ്പിൻ്റെ അടിയിൽ നിന്ന് ഏകദേശം തൊട്ടടുത്ത മുട്ട് വരെ, അതായത് ഒരു 50 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്കൊരു പോർഷൻ കട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ 50 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോകാം. ഇനി നമുക്ക് ഈ മുളയ്ക്കാതെ വരുന്നൊരു മുട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ ഒരു ആക്സോ ബ്ലേഡോ അഥവാ ഒരു കമ്പ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിക്ക് തുളച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇല്ലിക്കമ്പിൻ്റെ 2 അറ്റവും ഇതേ രീതിയിൽ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസിൻ്റെ അറ്റം കണ്ടോ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ആ ഒരു പോർഷൻ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇല്ലിക്കമ്പ് വെച്ചുണ്ടാക്കിയ ഒരു ബ്ലോവർ ഗൺ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ അമ്പ് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇല്ലിക്കമ്പ് വെച്ചുണ്ടാക്കിയ ബ്ലോവർ ഗണ്ണിലൂടെ വിട്ടൊരു അമ്പ് സ്ട്രോങ് ആയിട്ട് നമ്മുടെ തെങ്ങയെ തറച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ 2 വീഡിയോ സക്സസ് ആണ്. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.